സമ്മതിച്ചടാ. അതുപോട്ടെ, ഈ നാടകം കളിച്ച ഗ്ലാഡിസ് ചേച്ചി വീഴുമെന്ന് നിനക്ക് എന്തായിരുന്നു ഇത്ര ഉറപ്പ്? അതിന് ഗ്ലാഡിസ് ചേച്ചിയുടെ ഫ്ലാഷ് ബാക്ക് അറിയാം. എടാ, നമ്മുടെ ബോസ്കോടെ മൂത്ത ചേട്ടൻ ഓസ്ട്രേലിയയിലുള്ള ജോർജ് കുട്ടിയും നമ്മുടെ ഗ്ലാഡിസ് ചേച്ചിയും പണ്ട് പ്രണയത്തിലെ. ഗ്ലാഡിസേ, നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ എൻ്റെ അപ്പൻ്റെ ദുരുമാനം സമ്മതിക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അപ്പനെ നാളെ എൻ്റെ വീട്ടിലേക്കൊന്ന് വിടും. കാര്യം അവിടം വരെ എത്തിയാ ബാക്കി ഓപ്പറേറ്റ് ചെയ്യുന്നവരെ ഞാൻ ഏറ്റു. വക്കച്ച, ഞാൻ വന്നത് പിള്ളേർ തമ്മിൽ ചെറിയ ഇഷ്ടമുണ്ടെന്ന് പറയുന്നു. ഇവിടുത്തെ ജോർജ് കുട്ടിയും എൻ്റെ മോള് ഗ്ലാഡിസും തമ്മിൽ അല്ല, അങ്ങനെ ഒരു ഇരിപ്പ് വശം ഉണ്ടെങ്കിൽ നമ്മൾ കാരണവന്മാർ തമ്മിൽ സംസാരിക്കണല്ലോ. എടീ സൂസമ്മ, ഒന്നിങ്ങ് വന്നേടി. നീയാണോടാ സൂസമ്മ? കേറി പോടാത്ത്. നീ കേട്ടോടി, വർഗീസ് ചെറുക്കൻ ചോദിക്കാൻ വന്നതാ നമ്മുടെ ജോർജ് കുട്ടിയെ. ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടോടി നാട്ടില്? എന്നാലും ഇതാണ് ധൈര്യം. പക്ഷെ ഈ ധൈര്യം വർഗീസേ, പെമ്പിള്ളേര് അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണേ പിടിച്ചു വല്ല പൊട്ടക്കരട്ടിലും താഴ്ത്താൻ കാണിക്കുന്നതാ ബുദ്ധി. ഏതായാലും ചോദിച്ചു വന്നാലേ വർഗീസേ, പൂർണ്ണമായും തള്ളുന്നില്ല. ഇത്തവണത്തെ ടൂർണമെന്റിൽ നമ്മൾ തമ്മിലൊരു ബെറ്റ്. നീ ജയിച്ചാൽ എന്റെ ചെറുക്കൻ നിനക്ക്, തോറ്റാൽ ഒന്നും തരണ്ട. എന്താ വെക്കുന്നോ? ഗ്ലാഡിസേ, അപ്പൻ എന്നെ എന്നിട്ട് ജോർജ് കുട്ടി വേറെ പെണ്ണ് കെട്ടി ഓസ്ട്രേലിയക്ക് പോയി. ആ വാശി വട്ടത്തി കുടുംബത്തിനോട് ഗ്ലാഡിസ് ചേച്ചിക്ക് ഇപ്പോഴും ഉണ്ട്. ചേച്ചി, നമ്മുടെ ഫിക്സർ റെഡിയായി. വട്ടത്തി ബ്രദേഴ്സ് ആയിരിക്കും നമ്മുടെ പ്രധാന എതിരാളികൾ. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, തോറ്റിട്ട് ഗ്ലാഡിസ് ചേച്ചിക്ക് നാണക്കേട് വരുത്തി വെക്കാനാണെങ്കിൽ ഈ ജോഷി സമ്മതിക്കത്തില്ല. എന്താ ചേച്ചി, ഞാൻ പറയാനുള്ള പറയും. 2 പൂളിലും കൂടെ ആയിട്ട് 8 ടീമുണ്ട്. അതിൽ അരവഞ്ചാലും ആശങ്കാവലയും വലിയ പ്രശ്നമില്ല, നമുക്ക് പിടിക്കാം. പക്ഷെ വിളക്കന്നൂരാണ് കൂട്ടത്തിൽ ടൈറ്റ്. അവരെ അടിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതായാൽ സെമി നമുക്ക് വട്ടത്തിൽ ബ്രദേഴ്സായിട്ട് മുട്ടേണ്ടി വരില്ല. ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ ഏതായാലും 3 ജില്ലാ താരങ്ങൾ ഉണ്ടാവും. ആരൊക്കെയാണ് തീരുമാനിച്ചിട്ടില്ല. നെല്ലിപ്പാറയുടെ അശോകനും ദിലീപും ഉറപ്പാ. ബാക്കി വന്നിട്ട് പറയാം. ആ ശരി. അവരിറക്കുന്നത് ജില്ലാ പ്ലേയേഴ്സിനെയും പ്രൊഫഷണൽ താരങ്ങളെയാണ്. ശരാശരി ഒരു 25-നും 30-നും ഇടയിൽ പ്രായമുള്ളവർ. നമുക്ക് പിടിക്കേണ്ടത് ഒരു 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യൂണിവേഴ്സിറ്റി താരങ്ങളെ. പിന്നെ നമ്മൾ നല്ലൊരു കോച്ചിനെ കണ്ടുപിടിക്കണം. കോച്ച് മിന്നൽ സൈമൺ തന്നെ. മിന്നൽ സൈമൺ? അതാരാ? എന്റെ പൊന്നോ, കണ്ണൂരിലെ പുലിയല്ലേ. ഒരു കാലത്ത് മലബാർ മൊത്തം സൈമൺ എന്ന് പറഞ്ഞ കിടുകിട പറക്കുമായിരുന്നു. ഗുണ്ടയാണോ? ഏയ്, മിന്നൽ വേഗത്തിലല്ലേ അടി. സർവീസസിന്റെ ഒക്കെ കോച്ചായിരുന്നു. നമുക്ക് താങ്ങോ? പിന്നെ ഞാൻ പണ്ട് നാട് വിട്ട് പോയപ്പോ കക്ഷിയുടെ ഫാക്ടറിയിലെ ജോലി ചെയ്തു. അതുകൊണ്ട് നല്ല ടൈംസിലാ. ഫാക്ടറി ഒക്കെ ഉള്ള ആളാണ്. പിന്നെ അറിഞ്ഞോ, ഗാങ്സിന്റെ ടീമിനെ ഇറക്കാൻ മൊത്തം പൈസ മുടക്കുന്ന ഗ്ലാഡിസാ. ഗ്ലാഡിസോ? അപ്പൊ ഇക്കുറി തീപ്പൊരി പാറും. കോച്ചായിട്ട് വരുന്നത് ആ മിന്നൽ സൈമണും. മിന്നൽ സൈമണോ? അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോടാ? കണ്ണൂരിലെ പുലിയാത്രേ, പുലി. നിങ്ങൾ എന്നാ നാട്ടുകാരെ വേണ്ടി തല്ലി വിളിക്കുന്നേ? വേണ്ടതൊന്നും ചെയ്യണ്ട. ശുഭതി മാറ്. വേണ്ടതൊന്നും ചെയ്യണ്ട. മാറിക്കടാ. ആർക്കും പറയാൻ തരൂല. അതാർക്ക് വേണം? എന്റെ അപ്പനാണ് സത്യം. ഞാൻ ഇത് ഒഴിച്ചങ്ങ് ആത്മഹത്യ. ഇനി അടുത്ത 1-ാം തീയതി വരും. അന്നും പൈസ ഇല്ലെങ്കിൽ നിന്നെ അടക്കം ഞങ്ങൾ മൊത്തം കത്തിച്ചോളാം.
വെള്ളം മലയാളി ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് എനിക്ക് 2 കാര്യം പറയാനുണ്ട്. അടുത്ത മാസം 1-ാം തീയതി ഞാൻ ലീവായിരിക്കും. മറ്റന്നാൾ എൻ്റെ കൊച്ചിന് 28 കേട്ടാ. എനിക്ക് എങ്ങനെയും 2000 രൂപ തരണം. എങ്ങനെയും തരാൻ വേണ്ടേ 2000? എന്തേലും പണയം വെച്ചിട്ടായിരുന്നാ പറഞ്ഞ്. ഇവിടെ ആകെ പണയം വെക്കാനുള്ളത് നീയാ. അതാണ് ഒരു പട്ടിക്കും വേണ്ട. കൂലിയിലും ജോലി എന്നാളാന്ന് വെച്ചാ ഞാനൊന്നും പറയാത്തത്. നന്ദി വേണോടാ പന്നി. ഷിബു, ഇതേതടാ പലിശക്കാരൻ? ആ, ഇവനാന്ന് സൈമൻ ചേട്ടായേ, ജോഷിയാന്ന്. ആ എന്നാ ഉണ്ട്? സൈമൺ ചേട്ടൻ. ഇത് ബോസ്കോ മുതലാളി. ആ, മാനിന, അതുകൊണ്ടാ ചുമ്മാ. നമ്മളെ അമ്മാവനും മരുമോനാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ? ചേട്ടായി പുള്ളേ. കാര്യങ്ങളെല്ലാം ഫോണിൽ ജോഷി പറഞ്ഞിട്ടില്ലേ? റെഡിയല്ലേ? അടിപൊളി കോച്ചാ ഞാൻ. കോച്ചുന്ന കാര്യത്തിൽ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. കോച്ചെ കൊന്നു കളയും ഞാൻ. കോച്ചാതിരിക്കാനാ കാശ് തരുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ എതിർ ടീമിന് വേണ്ടിയാ ചേട്ടനെ നിയമിക്കുന്നത്. അവരെ അങ്ങ് തോപ്പിച്ചു കൊടുത്താക്കണം, അത്രേ ഉള്ളൂ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വോളിബോളേ സത്യമുള്ള കളിയാ. അയ്യോ, ഞാൻ ഇച്ചിരി എത്തിക്സ് ഒക്കെ ഉള്ള ആളാ. ശ്ശേ. ജോഷി പോകാം. അയ്യോ, പോകല്ലേ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ. അവിടേക്ക് ചേട്ടായി ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വാ. അമ്മാവനെന്ത് കോപ്പായി പറയുന്നത്? എടാ, തോപ്പിക്കാനായിട്ട് എങ്ങനെ കോച്ചു? അമ്മാവനെ ആത്മാർത്ഥമായിട്ട് കോച്ചാൽ മതി, അവര് തോറ്റോളും. അത് പിന്നെ ഈ സ്കൂളിലെ പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ തട്ട് കിട്ടുമോ? ഇവിടെ കിട്ടുന്നേക്കാളും കുറവായിരിക്കും എന്തായാലും. ഈ സ്കൂൾ പിള്ളേർ അത്ര പോലും വിവരില്ലാത്തവരാ അവിടെ മൊത്തം നാട്ടുകാരും. അവിടുത്തെ ഏറ്റവും വലിയ മണ്ടനാണ് ആ നിൽക്കുന്നേ. എങ്ങനെയുണ്ട്? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കാശ് കിട്ടും. 50-50. അമ്മാവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടാ ഞാനിത് ചാടിക്കറി പ്ലാൻ ചെയ്തു. എന്നാലും ഈ അറിയാത്ത പണി. അറിയാവുന്ന പണിയാണെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ വിളിക്കൂലേ. നമ്മളെ സാഹചര്യങ്ങൾക്ക് ഒത്തുകീരണം. ചങ്കൂറ്റം കൊണ്ടും നമുക്ക് രാമായണം വായിക്കാം. ചേട്ടൻ വന്നേ, അഡ്വാൻസ് വായിക്കാം. വാ മുതലാളി. അപ്പൊ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്താക്ക്. അഡ്വാൻസ് അവര് വേറെ ആരെങ്കിലും കണ്ടെത്തും മുമ്പ് നാളെ തന്നെ ലാൻഡ് ചെയ്യണം. ചെയ്യാം. അപ്പൊ പറഞ്ഞ പോലെ അവിടെ കാണാം. ഓക്കെ. ഷിബു, ഞാൻ 1 മാസം നീണ്ട ടൂറിലായി. ഇനി നീയാണ് ഇവിടുത്തെ മൊത്തം ഒരു പിന്നെ ശരി. അതെ, 500, 400, 300, 200. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ അഡ്വാൻസ്. മുതലാളി, അത് മതി. ഓക്കെ. വരത്തനാന്ന് തോന്നുന്നു. മുട്ടിയാലോ? ചേട്ടാ, ഈ പള്ളിയിലോട്ടുള്ള വഴി ഏതാ? നേരെ അങ്ങോട്ട്. അപ്പർ ഷാപ്പി വഴിയായിരിക്കും. കണ്ടറിയില്ല, നല്ല മനസ്സിലാ. എഴുതിക്കോ. മനു ജോസഫ്. മനു ജോസഫിനെ എന്തായാലും പൊക്കണം. കാലിക്കറ്റിന്റെ രാജീവ്. ശുക്കൂറേ, എതിർ ക്യാമ്പിന് വിവരങ്ങളാരോ ചോർത്തി കൊടുക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. നമുക്ക് ഈ യൂണിവേഴ്സിറ്റി താരങ്ങളെ നോട്ടെന്ന് അവന്മാര് പറഞ്ഞിട്ടുണ്ട്. അന്നൊരു അബദ്ധം പറ്റിയത് ശരിയാ ജിമ്മി. നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ? നമുക്ക് അറിയാലോ കരളെ. ജിമ്മി ചേട്ടാ, കോച്ചൊന്ന് എവിടെ? ആ കള്ളിച്ചാപ്പിലുണ്ട്. കള്ളുഷാപ്പില്? കോച്ചായിട്ട് എത്ര വർഷമായി? ഒരു 5-8 വർഷമായി കാണും. ഓ, കേരളത്തിലാ? പുറത്തായിരുന്നു. പുറത്തെവിടെ? പുറത്ത്. ഓ, അവിടെ ആയിരുന്നോ? ആ, കുറെ നേരമായല്ലോ പ്രതി പോലെ ഇരിക്കുന്നേ. പിന്നെ അയാസിന്റെ സുഖം വല്ലതും ഉണ്ടോ? ചേട്ടാ, ഓരോ കുപ്പി കള്ളു കൊടുത്തേ. ഒരു ഇപ്പം ഞാനും മേടിച്ചോട്ടെ. പറഞ്ഞു. ഒരു ഇപ്പം എനിക്ക് കൊടുത്തോ? നല്ല ബെസ്റ്റ് ലാൻഡിങ്.
ചേച്ചി ദേ കോച്ച് വന്നിട്ടുണ്ട്. എടാ ജോഷി, നീ പറഞ്ഞ നേരാ. ഇവിടെ മൊത്തം മണ്ടന്മാരാ. അവർക്കെന്നെ പിടികിട്ടിയിട്ടില്ല. ഇനി ഞാൻ നോക്കാം. ക്ലബ് മീറ്റിംഗ് തുടങ്ങാൻ പോവാ. കഴിഞ്ഞ് വെച്ച് വിളിക്കാം. മാറും. ഇരിയുന്നേ. ഓക്കെ, ഇതിനും പൊക്കം കുറവാ. ശരിയാക്കി എടുക്കണേ നല്ല പണി പെടേണ്ടി വരും. അതിന് കളിക്കുന്ന ഇവരല്ല. ഇപ്പൊ ഇവരൊക്കെ ഞങ്ങൾ ഫുള്ള് മാനേജർമാരാ. അല്ലടാ ഈ പൈന്റും. അപ്പൊ കോച്ചന്റെ താര പുറത്തുനിന്ന് ഇറക്കുന്നവരാ ഈ യൂണിവേഴ്സിറ്റി താരങ്ങളെ. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടു. ഞാനും കഴിച്ചിട്ടില്ല. എന്നാ ലേറ്റ് ആയത്? ഇയാളെ എന്നെ കോച്ചാൻ വന്നാണോ? ട്യൂൺ ചെയ്യേണ്ടി വരും. അല്ല, ഉള്ളില് ചുമക്കുന്ന അപ്പനെ. ചേട്ടൻ വന്നേ. മൊത്തം പേട. നടക്ക് പോകൂലട്ടാ. ഇവരെ വേലി കിടന്ന് പാമ്പിന്റെ അടുത്ത് എവിടെയാ ക്യാമ്പ്? ക്യാമ്പ് കോർട്ടിന്റെ അടുത്താ സാറേ. നടന്നു പോണം. വണ്ടി ഒന്ന് ഇറങ്ങി. എടാ, നമുക്ക് എന്തായാലും ഫൈനലിൽ തോറ്റു കൊടുക്കടാ. എന്തായാലും ജിമ്മിച്ചിനെ കൊലക്ക് കൊടുക്ക. എനിക്ക് വയ്യ. കൊലയുടെ കാര്യം പറഞ്ഞപ്പോളാ നല്ല നാടനുണ്ട്. ഇയാൾ അലമ്പാണല്ലോ. ഹലോ, എന്താ? അല്ല, നാടൻ കൊല വോളിബോളിന് നല്ലതാണല്ലോ. അയ്യേ സാറേ, ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഇതാണോ ഗസ്റ്റ് ഹൗസ്? നല്ല ബംഗ്ലാവ് ഒന്നും കിട്ടിയില്ലേ? അല്ല, ഇവിടെ ഇപ്പൊ ഇതൊക്കെ ഉള്ളൂ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഭാർഗവത്തിലോ? ഞാൻ ഒറ്റയ്ക്ക. സാർ ഒറ്റക്കല്ല, കളിക്കാര് വരും. പിന്നെ ഞങ്ങളുണ്ടാവും. ഞങ്ങളെല്ലാരും അതൊന്നും പറ്റത്തില്ല. എനിക്ക് തന്ത്രങ്ങൾ മെനയുള്ളതാ. പ്രൈവസി വേണം. എ സി ഇല്ലേ വീട്ടിൽ? പാമ്പുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ മുതലാളിച്ചേരുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചോളാം. സ്ട്രെച്ച്. കറലി വന്ന് നീടാ. ആ ജോഷിക്കുട്ടിനെ അവിടെ കിട്ടും. ഒരു ചുവന്ന വണ്ടി വരും, അതിലാ തെണ്ടി വരും. എണ്ണ തീർന്നോ? ഇപ്പൊ 20 രൂപ അടിച്ചാണല്ലോ. ചോർച്ചയുണ്ട് എന്നെ. എന്താ പറ്റിയ? എന്നെന്തിനാ കൊല്ലാൻ വരുന്നേ? ഇതാണോ പുലി? എടാ, അതിന് കളി തുടങ്ങിയിട്ടില്ല. അയാളത്തെ ഇഷ്ടമായ നമ്പർ വേറെ ഉണ്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ കൊടിയേറുക. അയാൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ രണ്ടിനെ കൊല്ലി ഞാൻ. എന്റെ അമ്മോ, നമ്മളെന്ന് ഇറങ്ങി കളിക്കും. നമ്മളോ? പിന്നെ ആര്? കൊറേ നാളായല്ലോ പന്തുരുട്ടി നടക്കുന്നത്. കളി അറിയില്ല. എന്നാലും അത്രയും വലിയ കളിക്കാരൊക്കെ നമ്മള് ദിനേശ തോൽവി കാര്യമാക്കണ്ട. അവരടിക്കുന്ന ഒരടിയെങ്കിലും നമ്മൾ ചെറുക്കും. അവർക്കെതിരെ ഒരു പോയിന്റെങ്കിലും നമ്മൾ എടുക്കും. വെറുതെ പേടിച്ചോടിയിട്ട് ആ ജയം കൂടെ അവന് കൊടുക്കണോ? ജിമ്മി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല. ബ്ലോക്ക് പിടിക്കണമെങ്കിൽ ആള് വേണ്ട. നമുക്ക് ചെമ്പേരിയുടെ പ്രസാദിനെ ഇറക്കാം. ഏത് നീർക്കോലി പ്രസാദ? വെറുതെ തോക്കാൻ വേണ്ടി അവൻ വരൂ. എനിക്ക് ഉറപ്പാ നമ്മൾ ജയിക്കൂ. നാല് മണി മുതൽ എല്ലാവരും പ്രാക്ടീസിന് ഇറങ്ങണം. പടക്കം കിട്ടി. അമ്മാവാ, അങ്കിൾ പോയോ? ഞാനാന്നേ. പേടിച്ചോയി. അമ്മര് കൊന്നിട്ടൊക്കെ ഒന്ന് എഴുതി. നമുക്ക് പോണ്ടേ? ഇവിടെ ഒരു പെണ്ണൊക്കെ കിട്ടി കഴിയാന്നാ വിചാരിച്ചു. ഇവിടെ നടന്നു തന്നെ. എടാ, അവിടെ കടം മൂടിയോണ്ട് പെണ്ണ് കെട്ടാൻ സമ്മതിക്കത്തില്ലെന്നേ. ആ ഗ്ലാഡിസിന് എനിക്കൊരു നോട്ടുണ്ടാകും. കുറച്ചുകൂടെ സമയം കിട്ടിയത് ഞാൻ എങ്ങനെയും ഒന്ന് വളച്ചേനെ. അതങ്ങനെ അമ്മാര് നിൽക്കാൻ വിടത്തില്ലല്ലോ. എടാ ജോഷി, സത്യത്തിൽ ഈ നാറുകൾ തമ്മിൽ ഇത്രയും ശത്രുക്കളാവാനാ കാരണം? ആര്? ജിമ്മിയും ബോസ്കും തമ്മിലാ? അതറിയാമല്ലേ? ഭയങ്കര എന്താ അല്ലേ? എന്നാ ഷിബുവേ? അല്ല മുതലാളി, അവര് പറഞ്ഞ പോലെ വന്ന് വർഷോപ്പ് കത്തിച്ചിട്ട് പോയി. ഇനി തുറക്കുവാടക്കൊന്നും വേണ്ടല്ലോ. ഞാൻ ലീവായിക്കോട്ടെ. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നിന്റെ അപ്പനുള്ള ദേഷ്യം മാറിയോ? അമ്മാവനെ അങ്ങോട്ട് കൊണ്ടുവന്നാലേ അമ്മാവന്റെ കാലിയല്ലേ ഓടിക്കുന്ന ചാച്ചൻ പറഞ്ഞാക്കുന്നേ. ഇന്നാളൊരു വഴക്കിലേ
ഞാൻ അളിയനെ കറമ്പാന്ന് വിളിച്ചു പോയി. ആ ദേഷ്യം മാറാൻ വഴിയില്ല. നീ ആ കാശ് ഇങ്ങ് താ. പോകട്ടെ, കൈ ഒരാളോ? ഇനി ഷെയറിനൊരു നാറിയെ കണ്ടുപിടിക്കണമല്ലോ. നീ ഉണ്ടോ? നിങ്ങളെ ഈ പങ്ങ് ഒലത്തോന്ന ധാരണ. റീച്ചിലടി റീച്ചിലടി. അതിന് പൂസ കുറച്ചാകുമ്പോ ഓഫ് ആയിക്കോളും. നീ കളിക്ക്. ഈ വോളിബോൾ എന്ന് പറഞ്ഞാലേ നെറ്റിന്റെ മുകളിൽ കിടന്ന് അടിക്കുന്ന അടി മാത്രമല്ല, നിലത്തുനിന്ന് പെറുക്കിയാൽ മതി. ആ അത് നിങ്ങക്ക് പറ്റും. അതിനേ ജിജ്ഞ പിന്നെ ഒരു പേരുള്ള സാധനതയെ പോയി. അതിന് ഇച്ഛാശക്തി വേണം. ആ അത് നിങ്ങൾക്കുണ്ടോ? കലാശ പോരാട്ടത്തിന്റെ കളിത്തട്ട് ഒരുങ്ങുകയായി. കപ്പ് ആരടിക്കും ആര് നേടുമെന്ന് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോർട്ടിങ്ങനെ കുലുങ്ങണം. അമ്മാരി അടിയായിരിക്കണം. പ്രസാദേ എല്ലാം പിടിച്ചോ. താൻ പഠിക്കണ്ടോ? അമ്മാരുടെ ഒറ്റയടി പോലും കോട്ടിൽ വീഴില്ല. ഷാജി, നീ കണ്ടിട്ടുണ്ടോടാ എന്താ മുതലാളി ഈ പാണ്ടി ലോറി വരുമ്പോ തവളകൾ മസിൽ പിടിക്കുന്നത്? ഇപ്പൊ കണ്ടു. പക്ഷേ തല വെച്ചത് പാണ്ടിലോറിക്കല്ലോ, ഗുഡ്സ് ട്രെയിനല്ലേ. ജിമ്മി, പണി തീർന്നിട്ടില്ല. കളത്തില് വാ. ഇനിയും പണിയുണ്ട്. ആരും തന്നെ മദ്യപിച്ച് സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. കുറുക്കൻ ഒക്കെ നിന്റെ ബുദ്ധിയാന്ന് അമ്മച്ചിക്ക് അറിയാം. നന്നായി തോറ്റ് വരണം കേട്ടോ. ആ നടക്കട്ടെ നടക്കട്ടെ. 1000 500. എന്തായാലും ജയിക്കണം. ആ പെണ്ണിന് വേണ്ടി ഇവരെയും പറ്റിച്ച് നീ ഒപ്പിച്ച കളിയാണിതൊക്കെ എന്ന് എനിക്കറിയാം. എന്നാ കേട്ടോ, കളി ജയിക്കുന്നവൻ തന്നെ അവളെ കെട്ടും, നോ ഡൗട്ട്. പക്ഷേ അതൊരിക്കലും നീ ആയിരിക്കില്ല. ഇവനെതിരുള്ള കളിക്ക് തൽക്കാലം നിന്റെ കൂടെ ഞങ്ങൾ ഇറങ്ങും. പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ള ചതിക്ക് കളിയാട്ടെ പറയാം. പ്രിയമുള്ളവരെ, ഇതാ പ്രദേശ് ക്ലബിന്റെ വമ്പൻ ടീം രംഗത്ത് ഇറങ്ങുകയായി. പ്രിയമുള്ളവരെ, ഇതാ ഗ്യാങ്സ് ടീമും ഇറങ്ങുകയായി. കുറച്ചുകൂടി കൂട്ടി വെച്ചോടാ. മതി. എന്റെ ബാല ഒന്ന് മാറി. അല്ല, ഇത് ആരാ? കുഞ്ഞോസോ? വെറ്റ് വെക്കുന്നുണ്ടോ? ആർക്ക് വേണ്ടി? ബോസ്കോ. ഫൈനൽ ഏതാനും നിമിഷങ്ങൾക്കകം നിന്നെയൊന്നും കണ്ടിട്ടല്ലടാ ഞങ്ങൾ വെറ്റി വെച്ചത്. ജിമ്മി, ഞങ്ങളുടെ കാശ് പോയാൽ നീ വിവരം അറിയാ. നമ്മളൊന്നും പറയണ്ട. എന്നാലും നീ ചെയ്തത് വലിയ ചതിയായി പോയി കേട്ടോടാ. എന്റെ മോളുടെ കല്യാണത്തിന് വെച്ച കാശ് വരെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഏതായാലും നിന്റെ പെങ്ങളുടെ കല്യാണം നടക്കട്ടെ. കാണികളെല്ലാം അക്ഷമരായിരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം കളി തുടങ്ങും. പ്രിയപ്പെട്ടവരെ,
ഇതാ ജിമ്മി ജോർജിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കളിക്കാരൻ ടോം ജോസഫ് നമ്മുടെ കളിക്കാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇരു ടീമുകളും വാമപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഗ്യാങ്സ് അലിമുലയുടെ 6-ാം നമ്പർ താരം തലയിറങ്ങി വീണിരിക്കുകയാണ്. കളി തുടങ്ങട്ടെ ആദ്യം. ഹലോ ഹലോ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. റേഷൻ കടയുടെ പുറകിൽ താമസിക്കുന്ന പക്രൻ നാസറിന്റെ പിതാവ് ദിവംഗതനായ വിവരം അറിയിക്കുകയാണ്. എന്നുവെച്ചാ മരിച്ചുപോയി. പക്രൻ നാസർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നീ പോകുന്നില്ലേ? ഒരു കളി കണ്ടിട്ട് പോവാം. സുഹൃത്തുക്കളെ, മത്സരം ആരംഭിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മത്സരം നിയന്ത്രിക്കുന്നത് ജില്ലാ റഫറി ബിനുക്കുട്ടൻ, സെക്കൻഡ് റഫറി ലാലു. ആദ്യ സർവീസ് ഗ്യാങ്സ് അള്ളിമൂല. കടത്തലടാ. ഞാനില്ല. ആ പന്നി എനിക്കിട്ടാ കളിക്കണേ. ഞാൻ കളിക്കൂല. വേണം വെച്ചാ മര്യാദ വേണ്ട. എന്നെ തന്നെ ഉണ്ടെങ്കിൽ നാണമില്ലേ? എന്തൊരു തള്ളയുടെ നിന്റെ